എൻ്റെ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. എൻ്റെ കുറേ ഹോളിഡേ ഹോംവർക്കൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യുന്നത് ഞാൻ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ്. എനിക്ക് ഇത്ര ദിവസം സമയം ഉണ്ടായിട്ടും എനിക്ക് ആ ഒരു ടൈമിൽ മാത്രമേ ചെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം കുറേ എഴുതാനുണ്ടായിരുന്നു. എഴുതി എഴുതി ഞാൻ ഒരു വഴിക്കായിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്നതിൻ്റെ തലേന്ന് ഉൾപ്പെടെ ഞാൻ 2:30-ക്കൊക്കെയാണ് കിടന്നുറങ്ങിയത്. കാരണം അത്രത്തോളം എനിക്ക് എഴുതി തീർക്കാനുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി എഴുതാനുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എഴുതി തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലായത്. എഴുതിയിട്ടും തീരുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഒരു ബുക്ക് പോലും മര്യാദയ്ക്ക് പൊതിയൊന്നും ചെയ്യാണ്ടായിരുന്നു ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. സ്കൂളിലൊക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൊതിയാന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതുവരെ ഞാൻ ആ ഒരു പരിപാടി ചെയ്തിട്ടേ ഇല്ല. എൻ്റെ അനിയത്തിമാരുടെയും സ്കൂൾ ഉടനെ തുറക്കും. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് പൊതിയാന്നാണ് ഞാനിപ്പോൾ കരുതിയേക്കുന്നത്. എൻ്റെ സ്കൂൾ റീഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് 29th-നാണ്. ബാക്കി മിക്കവർക്കും ജൂണിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്കൂൾ തുറക്കുന്നത്. എൻ്റെ അനിയത്തിമാർക്കൊക്കെ ജൂണിലാണ് തുറക്കുന്നത്. ഇനി അവരും 1ാം ക്ലാസ്സിൽ ഇപ്പോൾ ചേരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവർ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് വയ്ക്കാം. ഇത്ര നാൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ സ്കൂളിൽ പോകലെത്തിയും പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് മടിയുള്ളൊരു കാര്യമാണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് ലഞ്ചൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് നല്ലപോലെ ഉറക്കം വരും. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു സ്കൂളിൽ ഇരുന്നിട്ട്. ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത പീരീഡ് ഇംഗ്ലീഷ് ആയിരുന്നു. എനിക്കാണെങ്കിൽ കണ്ണ് വരയ്ക്കും തുറന്നിരിക്കാൻ പോലും വയ്യായിരുന്നു. നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ ഇരുന്നൊന്നും ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം കടിച്ച് പിടിച്ചങ്ങോട്ട് ഇരുന്നു. ഞാനിങ്ങനെ എഴുതുന്ന സമയത്താണെങ്കിൽ ഒന്നെങ്കിൽ എന്തെങ്കിലും പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കോമഡി കുക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് എപ്പിസോഡ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് തീർന്നപ്പോഴേക്കും ഞാൻ പിന്നെ പാട്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് മടുക്കും. കാരണം അത്രത്തോളം എഴുതാനുണ്ടായിരുന്നു. എൻ്റെ എക്കണോമിക്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എൻ്റെ നടുക്കത്തെ പേജ് എത്താറായിട്ടുണ്ടായിരുന്നു എഴുതി എഴുതി. അത്രത്തോളം എനിക്ക് എഴുതാനുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം ഇങ്ങനെ വലുതാണ്. കുറച്ച് ലൈൻ എഴുതാനുണ്ടെങ്കിൽ പോലും എൻ്റെ ഭയങ്കര വലിയ അക്ഷരമാണ്. അതുകൊണ്ടും കൂടാണ് ഈ നടുക്കത്തെ പേജ് വരെ എത്താൻ പോയത്. എൻ്റെ സ്കൂളൊക്കെ ഏതായാലും സ്റ്റാർട്ടായ സ്ഥിതിക്ക് എനിക്ക് മര്യാദയ്ക്ക് ഇനി ഉള്ള സ്റ്റഡി വ്ളോഗൊക്കെ എടുക്കാൻ പറ്റും. കുറച്ച് നാളെ ഞാൻ മര്യാദയ്ക്ക് ഇരുന്നിട്ട് പ്രോപ്പറായിട്ട് ഷൂട്ടൊക്കെ ചെയ്തിട്ട് സ്റ്റഡി വ്ളോഗൊക്കെ എടുത്തിട്ട് മര്യാദയ്ക്ക് പഠിച്ചിട്ട് തന്നെ കുറച്ചധികം നാളായി. എനിക്കൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുറേ നേരമൊക്കെ ഇരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നടക്കുന്നുണ്ടായിരുന്നില്ല. ഇനി ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ എൻ്റെ എക്സാംസൊക്കെ ഇനി അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോഴേക്കും എന്തായാലും തന്നെത്താനെ തന്നെ ഇരുന്ന് പഠിച്ചോളും. എക്സാം എടുക്കുമ്പോഴേക്കും എൻ്റെ ഈ മടിയൊക്കെ ഇങ്ങോട്ട് മാറിക്കോളും. ഇരുന്ന് എങ്ങനെയായാലും ഇന്ന് പഠിച്ചോളും. വീഡിയോ ഒക്കെ ഞാൻ പല പല ദിവസങ്ങളായിട്ടൊക്കെ എടുത്തതാണ്. ഇത് എപ്പോഴെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്തതാണ്. എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. കാരണം പാതിരാത്രിയൊക്കെയായിരുന്നു ഞാൻ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എഴുതിയെല്ലാം കഴിഞ്ഞിട്ട് ഈ ടൈം ലാപ്സിൽ എടുത്തേക്കുന്ന ഈ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട്. ഇത്രത്തോളം ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ എന്നൊക്കെ. ആദ്യമൊക്കെ ടൈം ലാപ്സ് ഒക്കെ എടുക്കുമ്പോഴേക്കും എനിക്ക് കുറച്ച് മിനിറ്റുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് തന്നെ 2x ഞാൻ ഇടുന്നത്. കാരണം ലെങ്ത് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം ഞാൻ കുറേ വീഡിയോസൊക്കെ കൂടുതൽ ഇങ്ങനെ സ്പീഡ് വീണ്ടും കൂട്ടിയിട്ടൊക്കെയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. കാരണം എനിക്ക് അധികമൊന്നും ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളത് തന്നെ ഒത്തിരി അങ്ങോട്ട് ഷോർട്ട് ആക്കിയിട്ടാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.